എന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തലമുടിയുടെ കാര്യത്തില് നല്ലോണം ശ്രദ്ധിച്ച ഒരാൾ ആരാണെന്ന് എനക്കറിയോ? ആരാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തി. അസ്സലാമു അലൈക്കും. നമുക്കറിയാം, ഈ ലോക മുസ്ലിമീങ്ങൾ അവർ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നത്, നെഞ്ചിലേറ്റി സ്നേഹിക്കുന്നത് ലോകത്തിൻ്റെ നായകനായ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാവരേക്കാളും അവർ നബി തങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പ്രവാചകനോടുള്ള അതിയായ സ്നേഹം അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പ്രവാചക പ്രേമികളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥാനം വളരെയധികം വലുതാണ്. ആ റസൂലിനെയാണ് ലോകത്തെ ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ആ മതം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയും ആ പരിപാവനമായ മതം ലോകത്ത് മനോഹരമായി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആ വളർച്ച സ്വാഭാവികമെന്നോണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വലിയ കണ്ണുകടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണത്താലാണ് അവർ അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇസ്ലാമിനെയും പലപ്പോഴായി പലതരത്തിൽ ആക്രമിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു വശത്ത് ഇത്തരം ആളുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കാനും ഇസ്ലാമിനെ വിമർശിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഞാനിത് പറയാൻ കാരണം, ഞാനൊരു വീഡിയോ കാണാനിടയായി. ഒരു മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണ്. നല്ല തലയിൽ തലപ്പാവും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ഞാനൊന്ന് ആദ്യം കാണിക്കാം. അതിനുശേഷം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. എന്തോ പറയണ്ടായിരുന്നല്ലോ. എന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തലമുടിയുടെ കാര്യത്തില് നല്ലോണം ശ്രദ്ധിച്ച ഒരാൾ ആരാണെന്ന് എനക്കറിയോ? ആരാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് തലമുടിയൊക്കെ വാർന്ന് വൃത്തിയായിട്ട് നടക്കുള്ളൂ. മാത്രമല്ല, ആ തലമുടിയിൽ റസൂലുള്ള എണ്ണ തേക്കുമായിരുന്നു. അപ്പൊ എണ്ണ തേക്കൽ എന്താണ്? സുന്നത്താണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലയിൽ തേക്കാൻ പറ്റിയ നല്ല ഒരു എണ്ണയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിന്റെ പേരാണ് ത്വയ്ബാസ് ഹെയർ കെയർ ഓയിൽ. ഇത് നിങ്ങൾ തേച്ചോളിട്ടോ. ഇത് നിങ്ങളെ തലമുടിക്ക് കരുത്ത് തരും. നിങ്ങൾക്ക് താരുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. മാത്രമല്ല, രാത്രിയിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാമായിട്ടോ. മാത്രമല്ല, ഈ എണ്ണയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ത്വയ്ബാസ് ഹെയർ കെയർ ഓയിലിന്റെ അക്കൗണ്ട് ഞാനിവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ഓലുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. കണ്ടില്ലേ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, സുന്നത്തായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു സന്ദേശം എന്ന രീതിയിലാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ സംഭവം അതല്ലായിരുന്നു. അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. ഒരു എണ്ണയുടെ പേര് പറയുന്നുണ്ട്. ആ എണ്ണയെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു കാര്യം പറഞ്ഞു വെച്ച് സംസാരിച്ചു പോകുന്നത്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പ്രൊമോഷൻ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? നോക്കൊരു പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഒരു പ്രൊഡക്റ്റും പ്രൊമോഷൻ ചെയ്യണ്ട എന്നല്ല പറയുന്നത്, പ്രൊമോഷൻ ചെയ്തുകൊള്ളൂ. പക്ഷെ നിങ്ങൾ എന്തിനാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടുപിടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്തിനാണ് പ്രൊമോഷൻ ചെയ്യുന്നത്? നോക്കിതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ ഓൾറെഡി അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കാനും വിമർശിക്കാനും വേണ്ടി ഒരു കൂട്ടം ഇവിടെ തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാനുള്ള അവസരങ്ങൾ ഇട്ടെറിഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, ഈ വ്യക്തി ചെയ്ത വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ വന്നു. ഞാൻ ഓരോ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ അതിൽ ഒരു കമൻറ്റ് പോലും ഈ പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമൻറ്റ് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിലൊട്ടുമിക്ക കമൻറ്റുകളും ഇയാൾക്കെതിരെയുള്ള കമൻറ്റുകളായിരുന്നു. ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. സുബ്ഹാനല്ലാ, റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ബിസിനസ് കൊള്ളാം. എന്താണ് ഉസ്താദെ, എനിക്കൊരു അറിവുമില്ല, എന്നാലും എനിക്കെൻ്റെ ഹബീബിൻ്റെ പേര് പറഞ്ഞ് ഒരു ബിസിനസ് ചെയ്യുന്നത് അത് ശരിയാണോ? പിന്നെ ഓളെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പറയുക. എന്താലേ കാലം പോയ പോക്ക്. മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്: പൊന്നാരക്കുട്ടി, നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതോടെ അതില്ലാതായി. പരസ്യം കൊടുക്കാൻ ഒരിക്കലും ഹബീബിനെക്കുറിച്ച് പറഞ്ഞാകരുതായിരുന്നു. ഇത് നിങ്ങളുടെ പോക്കറ്റ് മണിയുടെ പ്രശ്നം, എല്ലാം കണക്കാ. ഇതിന് താഴെ ഒരു ഹൈന്ദവ സഹോദരനും ഒരു കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻ്റ് ഇങ്ങനെയാണ്: മതം പറഞ്ഞ് റസൂലിൻ്റെ പേരും കൂട്ടി എണ്ണ വിൽക്കാൻ കാട്ടിയ ബുദ്ധി
മുലകുടി മാറാത്ത ചെക്കൻ. ഇങ്ങനെ തന്നെയാണോ ഇസ്ലാം? ഞാനൊരു അന്യമതസ്ഥനാണ്, പക്ഷേ ഞാൻ ഇസ്ലാമിക റെസ്പെക്റ്റ് ചെയ്യാറുമുണ്ട്. അതുപോലെ ഒരു 20 കൊല്ലമായി നോമ്പ് നോക്കാറുണ്ട്. ബട്ട് ഇതുപോലെ മതങ്ങളെ കൂട്ടി വെള്ളയിട്ട് കുറേ. പടച്ചോൻ പൊറുക്കൂല. നോക്കൂ, ഇസ്ലാമിനെ വളരെയധികം ബഹുമാനത്തോടുകൂടി റെസ്പെക്റ്റായിട്ട് കാണുന്ന ഒരു സഹോദരൻ ഇട്ട ഒരു കമൻ്റാണിത്. അദ്ദേഹം പോലും ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഇത്തരമൊരു പ്രവണതയ്ക്കെതിരെ, ഒരു പ്രവർത്തനത്തിനെതിരെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നോക്കൂ, അന്യമതസ്ഥരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വളരെയധികം റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നത്. ആ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഇതുപോലെയുള്ള ഇത്തരം വീഡിയോകൾ ഇട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമെന്നോണം അവർ ചിന്തിക്കും, ഇതാണോ ഇസ്ലാം? ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. ഇന്നും ഇസ്ലാമിൻ്റെ പേരിലും പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഒരു കൊടിമരം നട്ടിട്ട് അതിന് ബർക്കത്തുണ്ട്, അതിലേക്ക് പണം ഇട്ടുകൊടുക്കണമെന്ന് പറയുന്ന തട്ടിപ്പുകൾ. ഇത്തരത്തിൽ എത്ര തട്ടിപ്പുകൾ. നമ്മുടെ സ്വന്തം സമുദായത്തിനെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് ഇത്തരം ആളുകൾ നാം കാണാൻ സാധിക്കുന്നത്. നോക്കൂ, യൂറോപ്യനടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം മറ്റുള്ള മുസ്ലിമീങ്ങളുടെ മനോഹരമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇസ്ലാമിൻ്റെ മനോഹാരിത മനസ്സിലാക്കിയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഓരോ അത്ഭുതങ്ങളെയും അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുപോലെയാകണം നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ആരിഫ് ഹുസൈൻ അടക്കമുള്ള ഇസ്ലാമിക വിരുദ്ധർ പറയുന്നത് പോലെയല്ല ഇസ്ലാം എന്നുള്ളത്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കൂടി കാണിക്കാം. 2025 ഈ വരുന്ന ഓഗസ്റ്റ് 27, 28, 29 തീയതികളിൽ ഒറ്റപ്പാലത്ത് നടക്കുന്ന ഗണേശോത്സവം എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു വലിയൊരു ബാനറാണിത്. ഈ ഒരു ബാനറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് BJP നേതാക്കളും അതോടൊപ്പം RSSൻ്റെ നേതാക്കളുമൊക്കെയുണ്ട്. പക്ഷേ ആ ഒരു കൂട്ടത്തിൽ നടുവിലായിട്ടൊരുത്തൻ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവനെ ഒരു BJPക്കാരനല്ല, ഒരു RSSകാരനല്ല, യുക്തിവാദി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയുന്ന നിരന്തരമായ ഇസ്ലാമിക വിമർശനം നടത്തുന്ന നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പുകാരൻ്റെ ചിത്രമാണിത്. നാഴികയ്ക്ക് 40 വട്ടം ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തന് ഇവിടെ ഗണേശോത്സവം എന്ന് പറയുന്ന ഹൈന്ദവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങിൽ അവിടെ എന്താണ് സ്ഥാനം? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവൻ നല്ല ഒന്നാം തരം മുസംഗിയാണ് എന്നുള്ളത്. സംഘികളുടെ പണം പറ്റി ജീവിക്കുന്നവനാണെന്ന് നമ്മളെല്ലാവരും നിരന്തരമായി പറയാറുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നോക്കി, ഇവൻ അധികവും നടത്തുന്നത്, ഇവൻ അധികവും വിമർശിക്കാറുള്ളത് ഇസ്ലാമിനെ മാത്രമാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇവനൊരു യുക്തിവാദിയല്ല, ഇവനൊരു നിരീശ്വരവാദിയുമല്ല. തൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി, പള്ള നിറയ്ക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സംഘികളുടെ കയ്യിൽ നിന്നും പണം പറ്റി ഇസ്ലാമിനെ വിമർശിക്കുന്ന നല്ല ഒന്നാന്തരം മുസംഗിയാണ് ഇവനെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ബാനർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.